ക്രിസ്മസ് ട്രീസ് നോക്കണം. അടിപൊളി ക്രിസ്മസ് ട്രീ അല്ലേ? നമുക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്ക്. നല്ല കൂടെ വാ. ഹലോ, ക്രിസ്മസ് ഒക്കെ വരല്ലേ. ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് പർച്ചേസിങ്ങിൻ്റെയാണ് കേട്ടോ. നൈറ്റാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്ലേസ് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്ന് എല്ലാം കണ്ട് അവസാനം എല്ലായിടത്തും നമ്മൾ റേറ്റൊക്കെ ചോദിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ട് എവിടെ കിട്ടും നോക്കിയിട്ട് അത്രയും ഞങ്ങൾ നടന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇങ്ങനത്തെ പർച്ചേസിങ്ങിനൊക്കെ നമ്മൾ നൈറ്റ് തന്നെ വേണം കേട്ടോ ഇറങ്ങാൻ. കാരണം കുട്ടികൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് ഓരോ സാധനം നോക്കിയെടുക്കാനും ഇതൊക്കെ കണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു പർച്ചേസിങ്ങിന് ഇവരുമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയ സ്റ്റാർ നമ്മളൊരു കടയിൽ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് കടയിൽ പോയി. എല്ലായിടത്തും നമ്മൾ ഓരോ കടയിൽ ചെല്ലുമ്പോൾ അവിടെ ഓരോ വെറൈറ്റി ഐറ്റംസ് നമ്മൾ കണ്ടു കേട്ടോ. ഈ ക്യാൻഡിലൊക്കെ കണ്ടോ? ക്യാൻഡിലൊക്കെ നമ്മൾ ശരിക്കും അത് തീയാന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റാണ്, അത് കത്തിയും കൊണ്ടിരിക്കും. നമുക്ക് കുട്ടികളുടെ ഇടയിലൊക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ നോക്കി നടന്ന് ലാസ്റ്റ് നമ്മൾ സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും ക്രിസ്മസ് ട്രീ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അപ്പോൾ ഓരോന്നിങ്ങനെ കയറുന്ന വഴിക്ക് ഓരോന്നിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവൾക്ക്. അപ്പോൾ അങ്ങനത്തെ ചെറിയ സാധനങ്ങളോടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സാൻഡേനെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടു, നല്ല ക്യൂട്ടായിട്ടില്ലേ? ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ലിറ്റിൽ സാൻഡേനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അങ്ങനത്തൊന്നും വാങ്ങിച്ചില്ല. ഇവിടെ ഒരുപാട് നല്ല വെറൈറ്റി ക്രിസ്മസ് ട്രീകൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ. റേറ്റും അഫോർഡബിൾ തന്നെയായിരുന്നു. നമ്മൾ മാരേജിനൊക്കെ വെക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീകളൊക്കെ ഉണ്ട്. ഇങ്ങനെ സെറ്റോട് കൂടിയാണ് അവർ 4000 6000 റേഞ്ചിൽ ക്രിസ്മസ് ട്രീകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ട ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ക്രിസ്മസ് ട്രീ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ക്രിസ്മസ് ട്രീ. കാരണം നമ്മൾ അത്ര വലിയ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ വീടൊക്കെ വെച്ചിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് കുറച്ച് സ്റ്റാറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ലൈറ്റ് കാര്യങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇത് ക്രിസ്മസ് ട്രീ ആണോ ഫ്ലവർ ആണോ നമുക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ. പിന്നെ ഇതും ഞാൻ ആദ്യമായിട്ട് കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കടയിൽ ചോദിച്ചപ്പോൾ നമ്മുടെ സ്റ്റാറിന് 140 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മറ്റേ കടകളിലൊക്കെ 250 290 എന്നൊക്കെ പറഞ്ഞ റേറ്റ്. നമ്മൾ കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു റേറ്റ് 140 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങനത്തെ 3 സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൈറ്റ്സ്, ക്രിസ്മസ് ട്രീയിൽ വയ്ക്കാൻ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ നെക്സ്റ്റ് കട കാണുമ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കും. അങ്ങനെ രാത്രി കുറച്ച് നേരം നടക്കാലൊന്നും കൂടെ വിചാരിച്ചിട്ടാണ് പോയത്. നമ്മളിങ്ങനെ നടന്ന് കുറേ നമുക്ക് ഒരു കടയിൽ കണ്ടു കഴിഞ്ഞ് പിന്നെ അടുത്ത കടയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ കുറേ ഐറ്റംസ് ഇതവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇതെടുക്കായിരുന്നു അങ്ങനെ തോന്നിപ്പോവും. എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടേ. ആ ക്രിസ്മസ് ട്രീ ഉണ്ടോ? അടിപൊളിയായിട്ടില്ലേ ലൈറ്റിൻ്റെ? ഇതൊക്കെ നമ്മളിങ്ങനെ വോളിലൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. ഇപ്പം നമ്മളവിടുന്ന് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. 590 690 എന്നൊക്കെ പറഞ്ഞിട്ടാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിൻ്റെ ചെറുതൊന്നും അവൈലബിൾ അല്ല. പിന്നെ ഇതേ പുരുടനെ സാൻഡേനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് സാൻഡയുടെ കയ്യിലൊക്കെ അങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.